എന്റെ ശബ്ദം കേൾക്കാമോ ആന്റി? കേൾക്കാം. ഓക്കെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട എബനേസർ മലയാളം ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും നടത്തിവരുന്ന ഈ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ എനിക്കൊരു അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച കർത്താവിൻ ദാസി ഫേബ ആന്റി, ഞാൻ മാതാവിനെ തുല്യം സ്നേഹിക്കുന്നു. ആ പ്രിയപ്പെട്ടവളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനകളിലും ഈ മിനിസ്ട്രിയെ ഓർത്തും ദൈവദാസിയും കുടുംബത്തെ ഓർത്തും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എനിക്ക് വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും പരിചയമുള്ളതുപോലെ തോന്നുന്നു. ദൈവത്തിന്റെ കൃപ പകർന്ന് സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാൽ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ മീറ്റിങ്ങിൽ എനിക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എൻ്റെ ഒരു ശ്രേഷ്ഠതയോ പുകഴ്ചയോ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒത്തിരി അങ്ങ് ബൈബിൾ ജ്ഞാനങ്ങളൊന്നും തന്നെ ഇല്ല. ബൈബിൾ സ്കൂളിൽ ചെന്ന് പഠിച്ചിട്ടില്ല, കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കറസ്പോണ്ടൻസ് ആയിട്ട് എന്തൊക്കെ പഠിച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ എൻ്റെ ചെറിയ നാൾ തൊട്ടേ ഞാൻ പഠിക്കുന്നു, ഒത്തിരി പഠിച്ചു, ഒത്തിരി കറസ്പോണ്ടൻസ്. പക്ഷെ അതിനകത്തോളം എന്തോ പഠിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കർത്താവ് തന്ന ജ്ഞാനവും കർത്താവ് തന്ന അറിവും ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ച വചനത്തിന്റെ വെളിപ്പാടുകളും അല്ലാതെ എൻ്റെ പക്കൽ മാനുഷികമായിട്ടൊരു ജ്ഞാനമോ ഒന്നും പ്രശംസിക്കാനില്ല. പൗലോസ് പറഞ്ഞ പോലെ പ്രശംസിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശംസിപ്പാനൊന്നും ഇല്ല. കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആരാണോ ഹൃദയത്തിൽ ആഗ്രഹിച്ച് കർത്താവ് ഈ വചനത്തിൽ നിന്ന് എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ പുതിയ പുതിയ വെളിപ്പാടുകൾ കർത്താവ് തരും. അതും ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശക്തമായി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു എന്ന് ദൈവദാസി പറയുവാനിടയായല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അധികാരത്തെയും കുറിച്ച് പറഞ്ഞു എന്ന് കേൾക്കാനിടയായി. ഞാനും അത് തന്നെയാണ് ഇന്നും പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ കൃപ ധാരാളമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എനിക്ക് ഈ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ദൈവമായിട്ട് നിയോഗിച്ചു തന്ന ഒരു വചനമാണ്. അനവധി പ്രസംഗങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രസംഗിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അധികാരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്തുനിന്ന് പറയാൻ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ അധികാരങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ഇൻട്രൊഡക്ഷൻ പറയാനൊന്നും ആഗ്രഹിച്ചല്ല. പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നോ അതുപോലെ പോകട്ടെ. ഞാനും അതിനായി സമർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോട് തന്നെ നിങ്ങളായിരിക്കണം. നാട്ടിൽ ഭയങ്കര മഴയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഭയങ്കര കാറ്റും, കറണ്ട് ഒറ്റയടിക്ക് പോയി. ഞാൻ ആകെ വിഷമിച്ചിരിക്കും. രാത്രിയിലൊക്കെ എണീച്ച് കർത്താവിന്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ രാവിലെ കറണ്ട് വരണം, ഒരു പ്രയാസമുണ്ട്, കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ നടക്കുന്നു, എല്ലാം കൊണ്ട് വലിയൊരു പ്രയാസം ബുദ്ധിമുട്ടും എനിക്ക് നേരിട്ട്. എന്നാൽ രാവിലെ കറണ്ട് ഉണ്ട്, ഇതുവരെയും കുഴപ്പമില്ലാതെ പോകുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ശുശ്രൂഷ തീരുന്നവരെ കറണ്ടിനോ നെറ്റിനോ പ്രോബ്ലം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മോടെല്ലാം വ്യക്തിപരമായി സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ് കർത്താവ് എനിക്ക് ഇന്ന് പകലിൽ നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ന്റെ 9-ഉം 10-ഉം ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു വാക്യം 11-ഉം 9-ഉം 10-ലുമാണ് ഞാൻ പ്രസംഗിക്കാൻ നിന്നത്. നിമ്മി സിസ്റ്റർ എന്തായാലും 10-ഉം കൂടെ വായിച്ചു തന്നുകൊണ്ട് അതും കൂടെ ഞാൻ പ്രസംഗിക്കും കേട്ടോ. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, അവൻ എന്നോട്, എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നമുക്കെല്ലാവർക്കും പരിചയമായ വാക്യം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ കൃപ എനിക്ക് മതി. കർത്താവ് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാണ്. ഇവിടെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തുടക്കം തൊട്ടേ നമ്മൾ വായിക്കുന്നത് പൗലോസ് പറയാ, പ്രശംസിക്കുന്നതിനാൽ ആവശ്യമില്ല, പക്ഷെ പ്രശംസിക്കുന്നതും ആവശ്യമായിരിക്കുന്നു. അത് 11-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് മുതലേ നിങ്ങൾ വായിച്ചു നോക്കണം. പൗലോസിന് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം പ്രശംസിക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രശംസയൊന്നും പ്രയോജനമില്ലെന്നാ പറയുന്നത്. ജഡപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ടുള്ള പ്രശംസക്ക് പ്രയോജനം ഇല്ല. എന്നാൽ ആത്മീയ മനുഷ്യനിൽ നമ്മളിൽ
നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ പ്രശംസയ്ക്ക് യോഗ്യമായിട്ടുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ഒരുപക്ഷെ പൗലോസിനെ കുറിച്ച് തന്നെ ആയിരിക്കാം പറയുന്നത്. എനിക്ക് അത്രയും വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല. ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നു, പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ ആ അനുഭവം, ആ ഒരു പ്രശംസ പറയുന്നത് പൗലോസിനെ പറ്റി തന്നെ ആയിരിക്കാം. പക്ഷെ പൗലോസിന്റെ പേരൊന്നും പറയാതെ പറയാ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നു. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരം കൂടാതെയോ ശരീരത്തോടു കൂടെയോ എന്ന് എനിക്ക് അറിയത്തില്ല, ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ പറയുന്നു അവൻ പറുദീസയോളം എടുക്കപ്പെട്ടു. അതും ശരീരത്തോടു കൂടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. പിന്നെ പറയുന്നു മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ അതായത് നമ്മളെ കൊണ്ടൊന്നും പറയാനോ കേൾക്കാനോ പറ്റാത്ത കാര്യം, നമുക്ക് ചിന്തിച്ചു കൂട്ടാൻ പറ്റാത്ത ആത്മീയ മർമ്മങ്ങളെ അവൻ കേട്ടു എന്ന് വായിക്കുന്നു. ഇവിടെ വായിക്കുന്നത് അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. അത് പൗലോസ് ആണെങ്കിൽ അതിനകത്തുള്ള ആത്മീക മനുഷ്യനെ കുറിച്ച് പ്രശംസിക്കും. ഭൗതികമായി ജഡീകമായി പൗലോസിന് ഒത്തിരി പ്രശംസിക്കാനുണ്ട്. ജാതിയിൽ പ്രശംസിപ്പാനുണ്ട്, വിദ്യാഭ്യാസത്തിൽ പ്രശംസിപ്പാനുണ്ട്, അവന്റെ ജീവിതത്തിലെ നേട്ടങ്ങളിൽ പ്രശംസിപ്പാനുണ്ട്, കുടുംബ പാരമ്പര്യങ്ങളിൽ പ്രശംസിപ്പാനുണ്ട്, റോമ ഗവൺമെന്റിൽ നിന്ന് അവൻ പ്രാപിച്ച അധികാര പത്രത്തെക്കുറിച്ച് അവന് പ്രശംസിപ്പാനുണ്ട്, പണ്ട് അവൻ ദൈവമക്കൾക്കെതിരെ ചെയ്ത ക്രൂര പ്രവൃത്തികളെ പൊക്കിക്കാണിക്കാനുണ്ട്. പക്ഷെ അതൊന്നുമല്ല അവൻ ഇന്ന് പകലിൽ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന ദൈവിക വെളിപ്പാടും ദൈവിക കൃപകളെയും കുറിച്ച് അവൻ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ വായിക്കുന്ന അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, പക്ഷെ എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ പ്രശംസിപ്പാനൊന്നുമില്ല. ഇന്ന് പകലിൽ ഈ വചനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് ഒത്തിരി ബലഹീന കാര്യങ്ങളുണ്ട്, എനിക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, എനിക്ക് ഭൗതികമായ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത പല പ്രതിബന്ധങ്ങളുമുണ്ട്. അതൊക്കെ പ്രശംസയ്ക്ക് യോഗ്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം എനിക്ക് തന്ന വചനത്തിന്റെ വെളിപ്പാടനുസരിച്ച് ദൈവകൃപയിൽ നിൽക്കുമ്പോൾ, നാം വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രതികൂലങ്ങൾ, ഇതെല്ലാം പ്രശംസയ്ക്ക് യോഗ്യമായിട്ടുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം ഇതിൽ നിന്ന് എന്നെ പഠിപ്പിക്കുവാനിടയായി. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊന്നും കുറ്റങ്ങളൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രശംസയ്ക്ക് യോഗ്യമാണെന്ന് പറഞ്ഞാൽ എത്ര പേർ സന്തോഷിക്കും? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനാ. നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, ഒന്നുകിൽ നമുക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാ, സാമ്പത്തികം ഉണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ, ഉന്നതമായ പൊസിഷനും ജോലിയും ഉണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നിങ്ങളല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെല്ലാവരും അങ്ങനെയാ. അങ്ങനെ ഒരു കാര്യമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ബലഹീനത മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനോ അതെന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രശംസയാണെന്ന് പറയാനോ പലപ്പോഴും ഞാൻ തയ്യാറാകുന്നില്ല. ഈ വചനത്തിൽ പറയുന്നത് 7-ാം വാക്യം, ഇതെല്ലാം കർത്താവ് അവന് കൊടുത്ത വെളിപ്പാടുകളാ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതും പർദീസിയോളം എടുക്കപ്പെട്ടതും ഇത്രയും വെളിപ്പാട് നമ്മൾ ആരും പ്രാപിച്ചിട്ടില്ല. ഇതാണ് ശരിയായ വെളിപ്പാട് കേട്ടോ. അതും ഇതും പറയുന്നത് ഒന്നും അല്ല വെളിപ്പാടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ പറയുന്നത് ശരിയായ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം എത്തുന്ന ഒരു വെളിപ്പാട്, സ്വർഗത്തോളം കർത്താവിനോടൊപ്പം എത്തിച്ചേരുന്ന ഒരു വെളിപ്പാട്, പർദീസിയോളം എടുക്കപ്പെടുന്ന ഒരു വെളിപ്പാട്, മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്ത വാക്കുകളെ കേൾക്കുന്ന ഒരു വെളിപ്പാട് പൗലോസ് പ്രാപിച്ചിട്ട് പറയുക, ഇതിനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. പക്ഷെ എന്നെ കുറിച്ച് പ്രശംസിപ്പാനുള്ളത് എൻ്റെ ബലഹീനത. എന്താ ബലഹീനത എന്നറിയാമോ? 7-ാം വാക്യത്തിൽ വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യമുണ്ട്, അതുകൊണ്ട് അവൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം ദൈവം കൊടുത്തിരിക്കുകയെന്ന. പൗലോസിന്റെ വെളിപ്പാട് ഈ 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന് 14 വർഷത്തിന് മുമ്പേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും അവിടെ ദൈവത്തിന്റെ മർമ്മങ്ങളെ അവൻ കേട്ടു എന്നൊക്കെ പറയുന്ന ആ വെളിപ്പാട് പ്രാപിച്ചപ്പം പൗലോസിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഈ വെളിപ്പാട് മറ്റാർക്കും കിട്ടിയിട്ടില്ല, മറ്റാർക്കും ഈ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, എനിക്കും മാത്രമേ ഈ വെളിപ്പാട് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് പ്രശംസിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് അല്പമെങ്കിലും നിഗളിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പിശാചിന്റെ ദൂതനെ, സാത്താന്റെ ദൂതനോട് കൽപ്പിച്ചു, നീ അവനെ പോയി കുത്താൻ.
ഞാൻ പലപ്പോഴൊക്കെ നമുക്ക് കുത്ത് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പ്രശംസിച്ചു പോകുന്നത് കൊണ്ടാ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് കുത്ത് കിട്ടുമ്പം കർത്താവിന്റെ സന്നിധി നിലവിളിക്കും. അന്നേരം കർത്താവ് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. മോനെ, മോളെ, എനിക്ക് നിന്റെ കൃപ മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധമായി നിന്നിട്ട്, ദൈവകൃപയിൽ നിന്നിട്ട് പലപ്പോഴും വരുന്ന ബലഹീനതകളൊക്കെ മാറ്റിത്തരാൻ പറയുമ്പോൾ മാറാത്തത് എന്താണെന്നറിയാമോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 21 ദിവസം പ്രാർത്ഥിച്ചിട്ടും ഈ വിഷയത്തിന് നീക്കുപോക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ദൈവം പറയുന്നത് എൻ്റെ കൃപ മതിയെന്ന്. അത് ഞാൻ വെച്ചേക്കുന്നതാണെന്ന്. ചില കുത്തുകളൊക്കെ ഇതിന്റെ ജീവിതത്തിൽ വരുന്നത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നെന്ന്, നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണെന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. പൗലോസ് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ കേണപേക്ഷിച്ച്, കർത്താവേ, സാത്താന്റെ ദൂതനെയോ? ആരെങ്കിലും കേട്ടാൽ എന്തോ പറയും? എൻ്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമാ. ഞാൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ആ പണിയിൽ നിന്നെല്ലാം മാറി കർത്താവ് വിളിച്ച വിളിക്കൊത്തവണ്ണം തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാന വിഷയമാക്കാൻ സാത്താന്റെ ദൂതനെയോ ഏൽപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കാണും. ഞാനായിരുന്നാലും അങ്ങനെ തന്നെ ചോദിച്ചേരെ, കർത്താവെ, കുത്തുന്നെങ്കിൽ നീ അങ്ങ് കുത്തിക്കോ, എന്തിനാ സാത്താന്റെ ദൂതനെ തരുന്നേ? അങ്ങനെയല്ലേ പറയുന്നത്? പിശാചിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ എന്നല്ലേ പറയുന്നത്? പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിലും ദൈവത്തിന്റെ പെർമിഷൻ വേണമെന്നല്ലേ? ദൈവം തന്നെയാണ് സാത്താന്റെ ദൂതനെ അവിടെ ശൂലവും കൊണ്ട് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആത്മീയമായി മുന്നോട്ട് വരുമ്പോൾ നിഗളിച്ചു പോയാൽ അന്നേരം പൗലോസിന് ഒറ്റ കുത്തു കൊടുക്കും. എന്താ കുത്തെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, എന്താ ശൂലം എന്ന് പറഞ്ഞിട്ടില്ല. പലരും പറയുന്നു പൗലോസിന്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നെന്നും അവൻ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, ബൈബിളൊന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ടും എനിക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും അവൻ എന്താ ശൂലമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു ശൂലം ഭാരമായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിലും ശൂലമുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചാൽ മാറാത്ത ഒത്തിരി ശൂലം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് നിഗളിച്ച് തുള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു കുത്ത് അതെനിക്കുമുണ്ട്. ഞാനത് ആത്മാവിൽ മനസ്സിലാക്കുന്നു. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അതെന്തിനാ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്കതുണ്ട്. കർത്താവ് എന്നെ കുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ നിഗളിച്ചു പോയാൽ എന്നെ അടിച്ച് മര്യാദ പഠിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്തിനാണോ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് സകല കാര്യങ്ങളിലും നിശ്ചയമുള്ളതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ജഡത്തിന്റെ ഈച്ചകളെ മരിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിച്ചില്ല എങ്കിൽ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്തിട്ട് ഭൗതികമായ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ ജഡം ഉയർന്നു വന്നാൽ അവിടെ നമ്മെ ശരിയാക്കാൻ വേണ്ടി ദൈവം ഒരു കുത്തു കൊടുക്കാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കും. പൗലോസ് പലപ്പോഴും പറഞ്ഞ, കർത്താവേ, ഇതെന്നെ വിട്ട് നീങ്ങണമേ, ഇതെന്നെ വിട്ട് നീങ്ങണമേ. എന്താ ദൂതൻ നീങ്ങണമെന്നാ? സാത്താന്റെ ദൂതൻ എന്നെ വിട്ട് നീങ്ങണമേ. സാത്താൻ അപ്പം ഇത്രയും കൃപയിലും അഭിഷേകത്തിലും നിൽക്കുന്ന ഒരു ദൈവഭക്തന്റെ അടുത്ത് സാത്താന്റെ ദൂതൻ വരുമോ? സാത്താന്റെ പിശാച് പ്രവർത്തിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവം അത് അനുവദിച്ചു കൊടുത്തിട്ട് ദൈവം പറയും, എൻ്റെ ഭക്തൻ എല്ലായ്പ്പോഴും എൻ്റെ സന്നിധിയിൽ നിഗളിക്കാതെ നിൽക്കണമെന്ന് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. പൗലോസെ, നീ അന്ത്യം വരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും താഴ്മയിലും നിലകൊള്ളണമെന്ന് എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ട് നീ പലപ്പോഴും മാനുഷികമായ ഒരു ഉയർച്ചകളും ജഡീകമായ ഉയർച്ചകളും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴുമ്പോൾ ഞാൻ നിന്നെ താഴ്ത്തേണ്ടതിനും നിന്റെ സന്നിധിയിൽ നീ എൻ്റെ സന്നിധിയിൽ പ്രാപിച്ച വെളിപ്പാടുകളും ദർശനങ്ങളും അത് നിലനിൽക്കേണ്ടതിനും വേണ്ടി പലപ്പോഴും ഞാനൊരു ശൂലം നിനക്ക് വെച്ചിരിക്കുക. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞ്, എൻ്റെ കൃപ നിനക്ക് മതി കേട്ടോ. പലതൊക്കെ മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, കർത്താവേ, എന്നെ സഹായിക്കണേ, എന്നെ ഈ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണേ, എന്നെ ഇത് വിട്ട് നീങ്ങണേ എന്നൊക്കെ പറയുമ്പം കർത്താവ് പറയുന്നത് ഒരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിച്ചു പോകാനുള്ള ഒരു കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരു തടസ്സമുണ്ടായാൽ അത് വളരെ ഭാരമാണ്. ദൈവത്തിന്റെ കൃപ ഈ വിഷയത്തിന്റെ മേൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തിയൊക്കെ വ്യാപരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്നാലും അതൊരു ശൂലമാണല്ലോ. കർത്താവിന്റെ കൃപ അതിന്റെ മേൽ വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ ബലഹീന അവസ്ഥകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പലവട്ടം പ്രാർത്ഥിച്ചിട്ടും അത് നീങ്ങിപ്പോകുന്നില്ലേ? ഇന്ന് പകൽ നിന്നെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവ് പദ്ധതി ചെയ്തൊരുക്കിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടാൻ ഇന്ന് പകൽ നമ്മൾ തയ്യാറാകണം. ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഒരു മനുഷ്യനും വെളിപ്പെട്ട് കിട്ടാത്ത അനേക വെളിപ്പാടുകൾ പൗലോസിന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ പൗലോസ് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്കൊരു ശൂലം തന്നിരിക്കുക, അത് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, ആ സാത്താന്റെ ദൂതൻ എന്നെ വിട്ട് നീങ്ങണമേ എന്ന് ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. 3, 7 എന്നൊക്കെ പറയുന്ന പെർഫെക്റ്റ് കാര്യങ്ങളാ കേട്ടോ. 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേട്ടില്ല, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും കേട്ടില്ല. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കിയപ്പോ കർത്താവ് പിന്നെയും പറയുന്ന ഒരു കാര്യം, മോനെ നീ ഭാരപ്പെടേണ്ട, അത് ഞാൻ വെച്ചേക്കുന്നതാ, നീ നിഗളിച്ചു പോകാതിരിക്കാൻ, അന്ത്യം വരെ നിനക്ക് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കാൻ ഒരു അത്താണിയായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സാത്താന്റെ ദൂതൻ, നീ അതിൽ ഭാരപ്പെടേണ്ട. പൗലോസിന് അത് പരസ്യമായി പറയാനും നാണക്കേട് വന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇന്നും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ ഓർത്തിട്ട് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പൗലോസിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നീ പറഞ്ഞു, മോനെ നീ ഇത് എഴുതി വെക്ക്, നിന്റെ ജീവിതത്തിൽ വന്ന കാര്യം ഇത് എഴുതി വെക്ക്. അനേകർ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഭാവിയിൽ ഭാരപ്പെടുമ്പോൾ അവരത് വായിച്ച് ആശ്വസിക്കട്ടെ, എന്റെ കൃപ പ്രാപിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സാത്താന്റെ കുത്തുകൾ കേൾക്കുമ്പം അത് ഒരു ബലഹീനതയായിട്ടാണ് വരുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ ശരീരത്തിൽ ഭയങ്കര ബലഹീനത അനുഭവിക്കുക. അന്നേരം ആ ബലഹീനതയിൽ അതിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയും വ്യാപരിക്കുന്നു. ആ ബലഹീനത എന്ന് പറയുന്നത് ഒന്നുമില്ല കേട്ടോ, അതിനെ പുകഴ്ത്താനൊന്നും ഒന്നുമില്ല. പക്ഷെ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നോക്കുമ്പം അത് പെർഫെക്റ്റ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ തികഞ്ഞ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ബലഹീനതകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. അതിന്റെ മീതെ ഒരു ദൈവശക്തി വ്യാപരിക്കുക. ദൈവശക്തിയും ദൈവിക അധികാരങ്ങളെയും ഇന്ന് പകലിൽ നമ്മൾ മറന്നു പോകരുത്. കർത്താവ് പ്രവർത്തിക്കുന്ന നമ്മുടെ വഴി കൂടെ അല്ല, നമ്മുടെ ബലഹീനതയിലും തികഞ്ഞു വരുന്നൊരു ദൈവശക്തി വ്യാപരിപ്പിക്കാൻ. എല്ലാം ഓക്കെ ആയാൽ ദൈവശക്തി നമ്മിൽ വരത്തില്ല കേട്ടോ. എല്ലാം ഓക്കെ ആയാൽ ദൈവശക്തിക്ക് നമ്മൾ വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ബലഹീനതയിൽ സിമി മാത്യു എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പലപ്പോഴും നിന്റെ ശരീര മണ്ഡലങ്ങളെ തളർത്തി നിന്റെ ജീവിതത്തെ ഭാരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ തികഞ്ഞ ഒരു ദൈവശക്തി നിന്റെ ശരീരത്തിന്റെ മേൽ ആവസിച്ച് ദേശത്തിന്റെ മുമ്പിൽ, നീ ആയിരിക്കുന്ന കൂട്ടത്തിന്റെ മുമ്പിൽ ഒരു അഭിഷിക്തയായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് അനേകം ബലഹീനതകളും പ്രയാസങ്ങളും നിന്റെ ശരീരത്തിലും മനസ്സിലും നേരിടുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ സംസാരിക്കുക. അതോർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി നിന്റെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുക. വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ശാസിക്കുകയാ. ദൈവകൃപ ഏറ്റെടുക്കട്ടെ, ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് പകലിൽ ഏറ്റെടുക്കട്ടെ. അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. നിന്റെ ബലഹീനതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഓർത്ത് നീ കഷ്ടപ്പെടുന്നല്ലോ, ഭാരപ്പെടുന്നല്ലോ. പലപ്പോഴും കർത്താവ് ഇത് മാറ്റിത്തരണമെന്ന്, പലപ്പോഴും ഇന്നൊരു നീക്കുപോക്ക് തരണമെന്ന് നീ പ്രാർത്ഥിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നേരിടുന്ന ആ ബലഹീനതകളുണ്ടല്ലോ, ആ പ്രയാസങ്ങളുണ്ടല്ലോ, പലപ്പോഴും നീ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന്റെ മേൽ എന്റെ തികഞ്ഞു വരുന്ന ഒരു ശക്തി ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ പ്രാപിച്ച് നിന്റെ അനുഗ്രഹ വിഷയമായി നിന്നെ പുറത്തു കൊണ്ടുവരുക. ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അതരഘടക ദുരഗമന ഘടകസ്യ ഋഖതൽ പ്രൗഢമാന ഘടകസ്യ വെളിപ്പാടുകളുടെ ആധിക്യത്താലും വചനത്തിന്റെ വെളിപ്പാടുകളുടെ ആധിക്യത്താലും സ്വർഗീയ ദർശനത്തിന്റെ ആധിക്യത്താലും നിഗളിച്ചു പോകാതിരിപ്പാൻ പൗലോസിനൊരു ശൂലം കൊടുത്തു. അത് നീങ്ങിപ്പോകാൻ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, അത് ഞാൻ വെച്ചേക്കുന്നതാ. അതിന്റെ മേൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി വ്യാപരിച്ച് നിന്റെ ബലഹീനതകൾ നിനക്ക് ഭാരമായി വരികയില്ല, നിന്റെ പ്രയാസങ്ങൾ നിനക്ക് ഭാരമായി വരികയില്ല, നിന്റെ ശാരീരിക പ്രയാസങ്ങൾ നിനക്ക് ഭാരമായി വരികയില്ല. ഭേബാന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പല ശുശ്രൂഷകളും ചെയ്തിട്ട് രോഗിയായി ശാരീരികമായി ബലഹീനത അനുഭവിച്ച് പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ ഭാരപ്പെടുമെന്ന് നീ ഭാരപ്പെടുന്നു. എന്നാൽ അങ്ങനെ അല്ല. ഇന്ന് പകൽ അതിന്റെ മേൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഞാൻ നിന്റെ മേൽ പകർന്നിട്ട് അനേകരുടെ മുമ്പിൽ ഒരു തേജസ്സായി, ഒരു വിളക്കായി ശോഭിക്കത്തക്ക നിലകളിൽ പുറത്തു കൊണ്ടുവന്ന് ഇനിയും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പ്രത്യേക ശുശ്രൂഷയുടെ ഉയർച്ചകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും എടുത്തുപയോഗിക്കപ്പെടുന്ന നാളുകളാണ്, മാസങ്ങളാണ് മുമ്പിലുള്ളതെന്ന് പറഞ്ഞ ദിവന ഹംദര വൈഡൽ ഖമനഘടകസ്യ നിന്റെ ബലഹീനതകളിലും നിന്റെ ക്ഷീണ
ക്ഷണങ്ങളിലും ദൈവസന്നിധിയിൽ പ്രശംസിച്ചു കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവാലോചന അറിയിക്കുക. ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാ. ഇന്ന് പകലിൽ ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താ ബലഹീനമായിട്ടുള്ളത്? ഒരുപക്ഷെ നമ്മുടെ രോഗം, നമ്മുടെ കടഭാരം, നമ്മൾ പ്രാർത്ഥിച്ചാലും നീങ്ങാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മേൽ ഭാരമായി ഇരിക്കുന്നുവെങ്കിൽ, വിശ്വസ്തയോടെയാണ് നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ അത് നിനക്ക് ഭാരമായി വരികയില്ല. ആ ബലഹീനതയുടെ മേൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുകയാ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി, സിസ്റ്റർ വായിച്ചതുകൊണ്ട് ഞാൻ ആ വാക്കിയോട് ചേർത്ത് പറയാ, അങ്ങനെ ഞാൻ ബലഹീനതയായി ദൈവസന്നിധിയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ഏത് ബലഹീനതയും, ഏത് കയ്യേറ്റത്തെയും, ഏത് ബുദ്ധിമുട്ടിനെയും, ഏത് ഉപദ്രവത്തെയും ഞെരുക്കത്തെയും സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. അതെങ്ങനെയാ പറ്റുന്നതെന്ന് അറിയാവോ? ബലഹീനനായിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ ശക്തി പ്രാപിക്കുന്നത്? ഞാൻ രോഗിയായിരിക്കുമ്പോൾ എങ്ങനെ ശക്തി പ്രാപിക്കുന്നത്? എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുക, എന്നിട്ടും പറയുക ശക്തി പ്രാപിക്കുക. സാത്താന്റെ ദൂതനെ കൊണ്ട് കുത്തുകൊണ്ടോ ശൂലമെല്ലാം ഏറ്റ് വയ്യാതെ കിടക്കുന്ന പൗലോസ് പറയുക, ഞാൻ ബലഹീനനാ, പക്ഷെ ഞാൻ ശക്തനാ. ഇതെങ്ങനാന്നറിയാമോ? ഈ ബലഹീനത ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമില്ല. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ ഈ ബലഹീനത ഒന്നുമില്ല. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ മുമ്പിൽ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ബലഹീനതയില്ല. അതിനകതന ഘടകതര ഘടകസ്യ, ആ ബലഹീനതക്കാളും അപ്പുറമായൊരു ദൈവശക്തി വ്യാപരിപ്പിക്കുവാൻ പരിശുദ്ധൻ തയ്യാറാ. ഇന്ന് പകൽ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്ക്. എന്റെ ബലഹീനതയുടെ മേൽ, എന്റെ ബലഹീനത മുമ്പിട്ട് നിൽക്കുന്നെങ്കിൽ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേലൊന്ന് ഒഴുക്കണമെന്ന് പറയാ. ഇന്ന് പകലിൽ നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. എന്റെ സമയം വേഗത്തിൽ കടന്നു പോകുന്നതുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുക. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാ? ശൂലം നീങ്ങണമെന്നല്ല. ഇപ്പം ഞാൻ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണമെന്ന പൗലോസിന്റെ ആഗ്രഹം. ശൂലം നീങ്ങണേന്നല്ല, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണമേ എന്ന് പറഞ്ഞ് അതിസന്തോഷത്തോടെ ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പറയുന്നത്, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്കൊന്നും ഭാരം വരാൻ പാടില്ല, അവർക്ക് രോഗം വരാൻ പാടില്ല, പ്രതികൂലം വരാൻ പാടില്ല, എങ്കിൽ എന്തോ തകരാറുണ്ടെന്ന് പറയുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത്. ഞാനും ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസന്റെ ഭാര്യയാണ്. ഞാനും ദൈവവേല ചെയ്യും. അമ്മ സിസ്റ്റർ എന്നെ അറിയാമല്ലോ, നമ്മളെല്ലാവരും ദൈവവേല ചെയ്യുന്നവരാ. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പം പേവാൻറ്റി നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അത് പുറത്തു പറഞ്ഞാൽ അവരെന്തോ പറയുന്നറിയാമോ? ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് ഇത്രയും ഭാരം വരുന്ന എന്തിനാണെന്നറിയാമോ? എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തും. അങ്ങനെയല്ല കേട്ടോ. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ബലഹീനങ്ങൾ അതിയായി പ്രശംസിക്കും. എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഒറ്റേ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ ബലഹീനതയാ. എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം വന്നതെല്ലാം കർത്താവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ദൈവം വെച്ചേക്കുക. ഏതെല്ലാം പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിന്ന് മറ്റുള്ളവർ എന്തോ പറയുന്നൊന്നും നോക്കണ്ട. പൗലോസ് അതൊന്നും ആഗ്രഹിച്ചില്ലല്ലോ. ആരോ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, അതിന്റെ ഉറവിടം എങ്ങനെയാന്ന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാതിരുന്ന പറ്റത്തില്ലെന്നും പറഞ്ഞ് അവന്റെ ശരീരത്തിലുള്ള ശൂലത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. ആരും അവനെ കുറ്റപ്പെടുത്താൻ വന്നില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിനാലാണ് അവൻ പറഞ്ഞത്. എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശൂലം, ഞാൻ ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ പ്രയാസം വരുന്നതെന്ന് അറിയാമോ? ഞാൻ നെകളിച്ചു പോകാതിരിക്കാനും ദൈവസന്നിധിയിൽ അന്ത്യം വരെ വിശ്വസ്തയോടെ ഈ ശുശ്രൂഷയിൽ നിൽക്കാനും കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉപാധിയാ. ഇന്ന് പകലിലും പലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ മേൽ പറഞ്ഞപ്പോൾ അവരുടെ വാക്കുകളും നിന്ദകളും കേട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. എൻ്റെ ജീവിതത്തിൽ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നോക്കുകുത്തികളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോട്ടെ. അവർക്ക് ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ല. വെളിപ്പാട് പ്രാപിച്ച ഞാനും നിങ്ങളും പറയണം, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കഷ്ടത, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ ബലഹീനത, ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മുഖാന്തരമാ. എത്ര പേർ ദൈവത്തിന്റെ ശക്തിയാൽ നിറയാൻ ആഗ്രഹിക്കുന്നു, അത്യന്തമായ ഒരു ശക്തിയാൽ എന്നിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്ന് പകലിൽ എൻ്റെ മേൽ വന്നിരിക്കുന്ന ബലഹീനതകൾ, എൻ്റെ മേൽ വന്നിരിക്കുന്ന ഭാരങ്ങൾ, പ്രയാസപ്പെടുന്നു, എന്നെ കുത്തി നോവിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, എന്തുകൊണ്ട് ഇത് മാറുന്നില്ലെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ശക്തി അത്യന്തമായി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന ഉപാധികളാ. അതുകൊണ്ട് എൻ്റെ മേൽ വച്ചിരിക്കുന്ന ആ ബലഹീനതകളെ ഓർത്ത് ഞാൻ പ്രശംസിക്കും. പറ്റത്തില്ല നമ്മളെ കൊണ്ട് പ്രശംസിക്കാൻ. എൻ്റെ രോഗത്തെ നോക്കി പ്രശംസിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കെപ്പോഴും ഈ ഇടയോട്ടം ഭയങ്കര
നടുവേദനയാണ്, എഴുന്നേക്കാൻ പറ്റാത്ത നടുവേദനയാണ്. നടുവേദനയെ കുറിച്ച് എനിക്ക് പ്രശംസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വേദനകളെ ഓർത്തിട്ട് പറയണം, അയ്യോ ഈ വേദന ഓർത്ത് എനിക്ക് പ്രശംസിക്കാൻ അല്ല. ദൈവം പറയുന്ന അതിനെ ഓർത്ത് നീ പ്രശംസിച്ചോ, അതെന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നതിന് കാരണമായി തീരും. ഹല്ലേലൂയ, രക്തതാഴ്ച. അതുകൊണ്ട് എബ്രായർക്കെഴുതിയ ലേഖനം 11:34 പറയുന്നത്, അവർ വിശ്വാസത്താൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. എങ്ങനെയാണെന്നറിയുമോ? ഇങ്ങനെ പൗലോസ് ചെയ്തതുപോലെ വിശ്വാസത്താൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. പൗലോസ് പറയുക, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം വാക്യത്തിൽ വായിക്കണം. നിങ്ങൾ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി, സമയം പോകുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ അറിഞ്ഞു, ഇനി നിങ്ങളും അറിയണം. വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പവും ഉണ്ട്, പിന്നെ അത് അളവും ഇല്ലെന്ന്. അളവില്ലാത്ത ദൈവശക്തിയുടെ ആ വലിപ്പമുണ്ടല്ലോ, അത് നമ്മൾ ഇന്നതൊന്ന് ഗ്രഹിക്കാൻ പൗലോസ് ഗ്രഹിച്ചു. എന്നിട്ട് പറയാ, നിങ്ങളും ഗ്രഹിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇന്നു പകൽ ബലഹീനതകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും മൂടി പലപ്പോഴും ഇതിനൊരു നീക്കുപോക്കില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന അനവധി വിഷയങ്ങൾ. നിങ്ങൾ ഓർക്കണേ, ദൈവവേല ശക്തമായി ചെയ്യുന്ന, ഇത് ചുമ്മാതെ പറയുകയാണെങ്കിൽ ഫേവാൻറ്റി പിന്നെ എന്നെ ശാസിക്കണം കേട്ടോ. നമ്മളെല്ലാം ശക്തമായി കർത്താവിനോട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുത്തുന്ന അനുഭവം നമ്മിൽ വരത്തില്ലേ? വരുമോ എനിക്കറിയില്ല, എനിക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കണമെന്നാ ദൈവം പറയുന്നത്. ഇവിടെ പറയുന്നത്, അമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. നമ്മുടെ ബലഹീനതയുടെ വലിപ്പവും നമ്മുടെ രോഗത്തിന്റെ പ്രയാസങ്ങളും നമ്മുടെ വേദനയുടെ അളവും നമ്മൾ പൊക്കി പറയുമ്പം അതിലപ്പുറം നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിന്റെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നമ്മൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങളെ നമ്മൾ പൊക്കിക്കൊണ്ട് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യോ ഇങ്ങനെ അങ്ങനെ ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും ഗ്രഹിപ്പാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാ. നമ്മുടെ പ്രാർത്ഥനകളുടെ ശൈലികൾക്ക് മാറിയിട്ട് കർത്താവേ ഇതൊന്നും മാറ്റിത്തരണേ, ഈ കഷ്ടത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നല്ല ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തോട് പറയണം, കർത്താവേ ഈ ബലഹീനതയുടെ മേൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്ന് ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്നു മുതലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എന്റെയും നിങ്ങളുടെയും ബലഹീനതയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അത് നമ്മുടെ മേലൊന്ന് വെളിപ്പെട്ട് വരിക. ജോമോൾ സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും താഴ്ത്തിക്കെട്ടാനും താഴ്ന്നു പോകാനും ശത്രു ആഗ്രഹിച്ച മണ്ഡലങ്ങളിൽ ഇതുവരെ നിന്നെ നിർത്തിയതെന്റെ കൃപയും ശക്തിയുമാണെന്നറിഞ്ഞ് ഈ ദിവസങ്ങൾ നീ നേരിടുന്ന ചില പ്രതിസന്ധികളും ഭാരങ്ങളും ഞെരുക്കങ്ങളും അത് നിനക്ക് ഭാരമായി വരാനല്ല. ഈ ദിവസങ്ങൾ എന്റെ ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് അനേക സ്ഥാനങ്ങളിൽ നിന്നെ അയച്ചൊരു മാനപാത്രമാകുന്ന ശുശ്രൂഷ ചെയ്തെടുത്ത് ചില വമ്പന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ നിർത്തുന്ന അഭിഷേകവുമായി മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ, രക്തതാഴ്ച. നിങ്ങൾക്കറിയാം, ഞാൻ വ്യക്തിപരമായിട്ട് ആരോടും ദൈവാലോചന പറയുന്നതല്ല. അങ്ങനെ ഒരു കാര്യം വന്നാലേ പറയത്തുള്ളൂ. എനിക്കറിയത്തില്ല, ഇന്ന് പലരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. പ്രത്യേകിച്ച് വീഡിയോ ഓൺ ചെയ്തവരോടാണേ സംസാരിക്കുന്നത്, അല്ലെ നിമ്മി സിസ്റ്ററെ? വീഡിയോ ഓൺ ചെയ്തവരോടാണേ നമ്മൾ ദൈവത്തിന്റെ വചനം നേരിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പലരൊക്കെ വീഡിയോ ഓൺ ചെയ്യുമെന്ന് എനിക്കറിയാം. കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കർത്താവ് ഈ ശുശ്രൂഷയും കൂടെ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട്, എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് പദ്ധതി ഉണ്ടെന്നേ. അങ്ങനെ ആണെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നേറിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾക്ക് സ്ഥാനം കൊടുക്കാനോ അതിനെ പൊക്കി പറയാനോ നമുക്ക് കഴിയത്തില്ല. ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് പറ്റി സിസ്റ്ററെ. ഇതൊക്കെ ഒന്ന് പ്രാപിച്ചു വരണമെങ്കിൽ വലിയ പ്രയാസമാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അല്ല, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഈ മർമ്മം നമ്മളൊന്ന് ഗ്രഹിക്കുമ്പം, ഈ വെളിപ്പാട് നമ്മളൊന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചിട്ട് പറയാൻ പറ്റും, ഈ പ്രതികൂലം, ഈ പ്രയാസം അതിനേക്കാൾ ശക്തിയേറിയതാ ദൈവത്തിന്റെ ശക്തി, അതിനേക്കാൾ വലുതാ ദൈവത്തിന്റെ കൃപ, അതെന്റെ മേൽ വ്യാപരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. ഞാൻ ശക്തിയുടെ വിവിധ തലങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോൾ തീരുമെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. തീർന്നില്ലെങ്കിൽ ഞാൻ പിന്നെ വോയിസ് മെസ്സേജ് ഇട്ട് ഫേവാൻറ്റിയെ കേൾപ്പിക്കാം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്ന ഒരു ശക്തി, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇത് കേട്ട് കാണും. സുവിശേഷം പറയാൻ, സാക്ഷിക്കാൻ, നമ്മൾ പാട്ട് പാടാൻ, പ്രസംഗിക്കാനൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സുവിശേഷം പറയാനും സാക്ഷ്യം പറയാനും അതിനൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവിടെ വായിക്കുന്നത്
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അതൊരു ശക്തിയാ അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഈ വാക്യം കാണാൻ അറിയാത്തവരാരും കാണത്തില്ല. അതാ വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നമുക്ക് എല്ലാവർക്കും ആ ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴൊക്കെ സാക്ഷ്യം പറയുന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും അനേകരോട് ദൈവത്തെക്കുറിച്ച് പറയുന്നതും ഒക്കെ. ഇതൊരു ശക്തിയാ. അത് ആ ശക്തിയുടെ ആദ്യത്തെ തലമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ആദ്യത്തെ തലം. ഇനി ഒത്തിരി തലങ്ങളുണ്ട്, ദൈവാന്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാൻ പോവാ. അപ്പൊ ആദ്യം യെരുശലേമിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ, നമ്മുടെ വീട്ടില്. പിന്നെ യഹൂദിയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ ജാതിക്കാര്, ജാതിയൊന്നും നോക്കാതെ മുഖം നോക്കാതെ പറയണം. പിന്നെ പറയുന്ന ശമര്യർ എന്ന് പറഞ്ഞാൽ യഹൂദിയർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല, താഴ്ന്ന ജാതിക്കാര്. പലരും യഹൂദിയരുടെ അടുത്ത് പോകും, ശമര്യരുടെ അടുത്ത് പോകത്തില്ല. ചിലരൊക്കെ കോംപ്ലക്സ് ഉണ്ട്, ശമര്യരുടെ അടുത്ത് പോകും, യഹൂദയിൽ പോകത്തില്ല. അങ്ങനെയൊന്നും അല്ല. ഉയർന്ന ജാതിക്കാരോടും താഴ്ന്ന ജാതിക്കാരോടും നമ്മുടെ വീട്ടുകാരോടും നമ്മുടെ ചുറ്റുവട്ടക്കാരോടും ഒക്കെ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം നൽകുന്ന ശക്തിയാണ് പരിശുദ്ധാത്മ. അതിനൊന്നും നമുക്ക് കഴിയാതിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ആദ്യത്തെ ഭാഗം പോലും നമ്മളില്ല എന്ന് നമ്മൾ കരുതിക്കോളാം. പിന്നെ അടുത്ത ലാസ്റ്റിലാണ് ഭൂമിയുടെ അറ്റത്തോളം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഭൂമിയുടെ അറ്റത്തോളം എന്നെ അയക്കണമേ, ഭൂമിയുടെ അറ്റത്തോളം എന്നെ. ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒമാനിൽ പോകണമേ, ദുബായിൽ പോകണമേ, അമേരിക്കയിൽ വിടണമേ, ലാസ്റ്റിൽ എന്നെ സിംഗപ്പൂരിലും വിടണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം പറയും, ആദ്യം നീ നിന്റെ ചുറ്റുവട്ടത്ത്, പിന്നെ നീ യഹൂദിയയിലോട്ട് കുറച്ചുകൂടെ മാറി, പിന്നെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, നിന്റെ കേരളത്തിൽ നിന്ന് തീർക്ക്, ഇന്ത്യ ഒന്ന് തീർക്ക്, അത് കഴിഞ്ഞിട്ട് പോകാം സിംഗപ്പൂരില്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ നമ്മൾ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത്, അവിടെ പോയവരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. പോകാൻ പറ്റാത്ത പാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പോകാൻ പറ്റാത്ത മേഖലകളിലൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാ. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന കൊയ്ത്തിനെ നോക്കിയിട്ട് അവഗണിച്ചു കളയുന്ന ഒരു സ്വഭാവമാ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആദ്യത്തെ തലം നമ്മുടെ ശരീരത്തിലും മനസ്സിലും വെളിപ്പെട്ട് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തൂടെ കറങ്ങി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിന്റെ വേല ചെയ്യാനും കർത്താവിനെ സാക്ഷിപ്പാനുമാ. ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവർ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും കർത്താവിന്റെ സാക്ഷികളാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആദ്യ തലത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നോ അവർക്കെല്ലാം ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് സാക്ഷിക്കാനുള്ള ഒരു കഴിവ്, ദൈവത്തെ സ്തുതിപ്പാനുള്ള ഒരു കഴിവ്. ഇതെല്ലാം അപ്പൊ നമ്മളിപ്പൊ ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ തലങ്ങളാണ്. കർത്താവിന്റെ വേല ചെയ്യുന്നത്, സുവിശേഷം പറയുന്നത്, സാക്ഷിക്കുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആദ്യത്തെ തലങ്ങളാണ്. ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമല്ല പ്രതികൂലവും ധാരാളമായി വർത്തിക്കും. അപ്പോസ്തലപ്രവൃത്തി അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാ അവിടെ അപ്പോസ്തലന്മാർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും തർജ്ജനങ്ങളും ഇനി ഈ നാമത്തിൽ ഉപദേശിക്കുന്നതിനുള്ള പ്രയാസങ്ങളും അധികാരികളുടെ ഭത്സനങ്ങളും എല്ലാം ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ വരുമ്പം ദൈവശക്തി നമ്മൾ കുറഞ്ഞു പോവുകയില്ല, നമ്മൾ ക്ഷീണിച്ചു പോവുകയില്ല. ദൈവത്തിന്റെ ശക്തിയുടെ അടുത്ത തലം നമ്മിൽ വെളിപ്പെടുവാനുള്ള കാര്യങ്ങളാ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പം അപ്പോസ്തലന്മാർ ശക്തി ഏറ്റെടുത്ത് കർത്താവിന്റെ നാമം അറിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പം അവരുടെ മേൽ പ്രതികൂലങ്ങൾ വ്യാപരിക്കാനിടയായി, അവരുടെ മേൽ പ്രതിസന്ധികൾ വ്യാപരിക്കാനിടയായി. അധികാരികൾ, ന്യായാധിപ സംഘം മുഴുവനുമായും അവരോട് പറഞ്ഞു, കർത്താവിനെ കുറിച്ച് ഇനി പ്രസംഗിക്കരുത്, ഈ നാമത്തിൽ ഇനി നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഇതെല്ലാം മടക്കിക്കെട്ടണം. അങ്ങനെ പറഞ്ഞപ്പം അവർ പറഞ്ഞത്, അവർ ദൈവസന്നിധിയിലോട്ട് കടന്നു വന്നു. 4-ാമത്തെ ലാസ്റ്റിലോട്ട് നിങ്ങൾ വരണമേ. 27-ാം വാക്യം തൊട്ട് വായിക്കുമ്പം അവരുടെ ഭീഷണികളെ നോക്കണമേ, അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാ, നിന്റെ നാമം നിമിത്തം ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ഇതൊന്ന് നോക്കണമേ എന്ന് പറഞ്ഞപ്പം അവിടെ വായിക്കുന്ന 33-ാം വാക്യം, അവർ കൂടിയിരുന്ന സ്ഥലം കുടുങ്ങി അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്നൊക്കെ വായിക്കുന്നു ആ പ്രാർത്ഥനയില്. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞ് 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 ബഹളം വെച്ച് എണീച്ചു പോകുന്നതല്ലാതെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മിലേക്ക് വരുന്നുണ്ടോ? പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി പ്രാപിക്കുന്നത് വരെ, നമ്മൾ ആ ഒരു ശക്തി ഏറ്റെടുക്കുന്നത് വരെ പ്രാർത്ഥനയിൽ പോരാടണം. നമ്മൾ രാവിലെ എണീച്ച് ഭയങ്കര പ്രാർത്ഥനയാ, കർത്താവേ എൻ്റെ അച്ഛനെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, ദേശത്തെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, യേശു നാമത്തിൽ തന്നെ ആമേൻ. അതിൽ ഇതെന്തെങ്കിലും ദൈവശക്തി വന്നെന്ന് വെച്ചാൽ ഒന്നും വരത്തില്ല കേട്ടോ. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം
പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കുലുങ്ങും. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും അടിത്തറകളൊക്കെ കുലുങ്ങുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അന്നേരം 33-ാം വാക്യത്തിൽ വായിക്കുന്നത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ശക്തിയുടെ അടുത്ത തലം വെളിപ്പെടുന്നത് പ്രതികൂലങ്ങൾ കടന്നു വരുന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വരുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഭീഷണികൾ, അതിൻ്റെ മത്തിൽ നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട. ശക്തിയുടെ അടുത്ത തലം വെളിപ്പെടുത്തി നമ്മെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടെ മഹാശക്തി വെളിപ്പെടുകയാ. ശക്തിയല്ല, മഹാശക്തി വെളിപ്പെടുകയാ. ശത്രുവിന് അറിയണം ഇതിന്റെ ഉറവിടം എവിടാന്ന്. നമുക്കറിയാം ശിംശോന്റെ മേൽ ദൈവം മഹാശക്തി പകർന്നിരുന്നത് എന്തിനാണെന്നറിയാമോ? ഫെലിസ്ത്യൻ അവന് ഭാരമായി വരുമ്പം അവനെ തകർത്തെറിയാനുള്ള ഒരു അഭിഷേകമാ. ഇന്ന് പകൽ കർത്താവിന്റെ വേല ചെയ്തും കർത്താവിനെ സാക്ഷിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിന് വേണ്ടി നിന്നും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്നും ദേശത്തിൽ നിന്നും ഒക്കെ പ്രതികൂലങ്ങൾ വരും. അതിന്റെ മധ്യത്തിൽ നിലനിൽക്കാൻ ദൈവശക്തിയുടെ അടുത്ത തലത്തിലേക്ക് നമ്മളെ എടുത്തെറിയപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ പ്രതികൂലങ്ങളൊക്കെ നമ്മിൽ ദൈവം അനുവദിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മഹാശക്തിയാണ് നമ്മിൽ വെളിപ്പെടുന്നത്. ശിംശോന്റെ മേൽ മഹാശക്തി വരുന്നത് അവന്റെ ജീവിതത്തിനും ഇസ്രായേലിനും ഭാരമായിരുന്ന ഫെലിസ്ത്യന്റെ മേൽ ഒരു ജയം നേടാനാ. പലപ്പോഴും ശത്രുവിന്റെ ആഗ്രഹം നിന്റെ ശക്തിയുടെ ഉറവിടമേതെന്ന് മനസ്സിലാക്കാനാ. ഫെലിസ്ത്യന്റെ മേൽ പകർന്നിരുന്ന മഹാശക്തിയുടെ ഉറവിടമേതെന്ന് മനസ്സിലാക്കി അതിനെ മൂടോടെ പറിച്ചു കളയുവാൻ, അടിസ്ഥാനത്തോടെ ഇല്ലാതാക്കി കളയുവാൻ തക്ക വേണം ദലീലയും ഫെലിസ്ത്യനും ശക്തിയോടെ വാദിച്ചപ്പം അതിന് കീഴ്പ്പെട്ട് കൊടുത്ത ശിംശോന്റെ ജീവിതത്തിൽ വന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, ദൈവം നമ്മിൽ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ തന്നിരിക്കുന്ന മഹാശക്തിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവായവൻ നാലുപാട് നിന്നും തന്ത്രങ്ങളും പോരുകളും കൊണ്ടുവരുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. ജീവിതത്തിന്റെ അവസാനം വരെ ഈ മഹാശക്തി നമ്മുടെ മേൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ശക്തിയുടെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. ആരെല്ലാം ഈ മഹാശക്തി വേണ്ടെന്ന് പറഞ്ഞും ഈ മഹാശക്തിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ പറഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞുവോ, അവർക്ക് അതിൻ്റെതായ മുതലുകളിൽ ശക്തിയിൽ മുന്നേറുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ പിശാചിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു ഒരു പരാജയമായി ശിംശോൻ മാറി എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ദൈവം നമുക്ക് മഹാശക്തി തന്നിട്ടുണ്ട്. പലപ്പോഴും പിശാചിന്റെ നോട്ടം, അതിന്റെ ഉറവിടം എന്താ, എങ്ങനെ ഇവരിത് പ്രാപിച്ചത്, എങ്ങനെ ഓരോ ദിവസം ഇവരിത് പ്രാപിക്കുന്നത്, പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഇവർ പ്രാപിക്കുന്നെന്ന് മനസ്സിലാക്കി ആ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാക്കാൻ പിശാച് പല രീതിയിലും പോരാടും. പക്ഷെ നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല. അതുകൊണ്ട് നമ്മൾ അവന്റെ തന്ത്രങ്ങളെ ജയിച്ചു മുന്നോട്ട് പോകുമ്പോൾ 2 കൊരിന്ത്യർ 4:7 പറയുന്ന ശക്തിയുടെ ഒരു അത്യന്ത തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. 2 കൊരിന്ത്യർ 4:7 പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ ദാനം എന്നല്ല, എൻ്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേന്ന് വരേണ്ടതിന് ഇതെനിക്ക് മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നതെന്ന് വായിക്കുന്നു. പ്രതികൂലങ്ങളെ അതിജീവിച്ച് മഹാശക്തി നഷ്ടപ്പെടാതെ ദൈവസന്നിധി നിലനിൽക്കുമ്പോൾ ദൈവം നമ്മിൽ നൽകുന്ന ശക്തിയുടെ അടുത്ത തലമാണ് അത്യന്ത ശക്തി. നിങ്ങൾ നോക്കണേ, ശക്തിക്കും വ്യത്യാസമുണ്ട്, മഹാശക്തിക്ക് വ്യത്യാസമുണ്ട്, അത്യന്ത ശക്തിക്ക് വ്യത്യാസമുണ്ട്. അത്യന്തം എന്ന് പറഞ്ഞാൽ അധികം അന്തം, മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ, അധികം അന്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായൊരു ശക്തിയാ. ഇതൊന്നും ദൈവം സൂക്ഷിച്ച് തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യമല്ല, തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാ. മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ശക്തിയുടെ അടുത്ത തലമാ. പലപ്പോഴും നമ്മൾ ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതെന്താന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവിടെ വായിക്കുന്നത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. പലപ്പോഴും ഈ ശക്തിയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വിചാരം വരും, ഇതെന്റെ സ്വന്തമാ, ഇത് എന്റേതാ, എൻ്റെ കഴിവുകൊണ്ടാ ഈ ശക്തിയൊക്കെ ഇങ്ങനെ വന്ന് കയറുന്ന. എന്താണെന്നറിയാമോ, എനിക്ക് ശക്തി കൂടുമ്പം എനിക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ ശക്തി കൂടുമ്പം ഞാൻ വിചാരിക്കും, അയ്യോ എന്തുവാന്നറിയാമോ, ഭയങ്കര ഒരു ശക്തി എൻ്റെ മേലുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ശക്തിയാ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പൊങ്ങാൻ തുടങ്ങുമ്പം കർത്താവ് പറയുന്നത് നിന്റെ സ്വന്തമൊന്നും അല്ല, എൻ്റെ ദാനമാ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തി അളവറ്റ രീതിയിൽ
ദൈവത്തിന്റെ ദാനമായി നമ്മുടെ മേൽ പകരുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്താഗതികൾ കൊണ്ടാകട്ടോ പിന്നെ അത് ചോർന്നു പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഈ ഭയങ്കര ശക്തിയിലൊക്കെ ഞാൻ വചനം പ്രസംഗിക്കുന്നല്ലോ, ഭയങ്കര ശക്തിയിലൊക്കെ പ്രവചിക്കുന്നല്ലോ, ഭയങ്കര ശക്തിയിലൊക്കെ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, അയ്യോ, എനിക്ക് സ്വന്തമായിട്ടുള്ള എൻ്റെ ശക്തി. അന്നേരെ കർത്താവ് അതിനെ എടുത്തു മാറ്റി നിന്നെ ശൂന്യമാക്കും, നിന്നെ പൂജ്യമാക്കും. പിന്നെ ഒന്നേന്ന് ശക്തി, മഹാശക്തി, അത്യന്ത ശക്തി പ്രാപിച്ചു വരാൻ സമയമെടുക്കും, വർഷങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. നമ്മുടെ ജീവിതത്തിന്റെ കുറെ മണിക്കൂറുകളൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇന്ന് പകൽ നമ്മൾ താഴ്മ ധരിക്കണമെന്നാണ് ദൈവം സന്നിധി പറയുന്നത്. നമ്മുടെ ശക്തി അല്ല, ദൈവത്തിന്റെ ദാനമായ അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിൽ ദൈവം തരുമ്പം, ഈ മൺപാത്രത്തിൽ തരുമ്പം, ഓരോ ദിവസവും അതിന് കീഴ്പ്പെട്ട് നമ്മുടെ ജഡത്തെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും റീക്കാന ഹന്തര വൈഡൽ കമനഘടകസ്യ, ഞാൻ വ്യക്തിപരമായി ആരുടെയും പേര് വിളിക്കാനല്ല, ഇന്ന് പകലിൽ എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യന്ത ശക്തി പകർന്നു തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പലപ്പോഴും അത് പകർന്നു തന്നിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെ കീഴടക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ അത്യന്ത ശക്തി കുറേശ്ശെ നമ്മിൽ നിന്ന് ചോർന്നു പോയത് കൊണ്ട് ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം ഗ്രഹിക്കാനോ നമ്മുടെ ജീവിതത്തിൽ ശക്തി നിലനിൽക്കുവാനോ കഴിയാതെ പോകുന്നു. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് എൻ്റെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാ. ദാനം തന്നവൻ എടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് ഈ നിക്ഷേപമാ, ഇതൊരു നിക്ഷേപമാ. നമ്മളൊക്കെ പറയും, നിക്ഷേപം ബാങ്കിലല്ലേ കൊണ്ടിടേണ്ടത്. എൻ്റെ ബാങ്കിലാണെങ്കിൽ ഒരു പൈസയും ഇല്ല. എൻ്റെ ബാങ്കിലെ അക്കൗണ്ടിൽ ചിലപ്പോൾ 100 രൂപ ആയിരിക്കും കൂടുതൽ വരുന്നത്. 1000 രൂപ അതിനകത്ത് വേണമല്ലോ, പിന്നെ ഒരു 100 രൂപയും കൂടെ കാണും. എനിക്ക് നിക്ഷേപം, ഇതെന്തോ നിക്ഷേപം? കർത്താവ് പറയുന്നത് ഒരു നിക്ഷേപമാ. ഈ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ഒരു ദുഷ്ടനും ഒരു മനുഷ്യന് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ തോപ്പിക്കാൻ പറ്റാതെ നമ്മൾ പൊങ്ങി നിൽക്കുമ്പം ജോയൽ ആന്റി എന്താ നമ്മൾ വിചാരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ. ഞാൻ ആരുടെയും മുമ്പിൽ തോക്കുന്നത്. ഞാൻ എല്ലാ പ്രസംഗത്തിനും ഞാൻ പലയിടത്തൊക്കെ പ്രസംഗിക്കും, കൊച്ചു പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും. ഫേമാൻറ്റിക്ക് അറിയാം. അപ്പൊ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ ഫേമാൻറ്റി? ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കും. കർത്താവ്, ഇതുവരെ നീ എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. ഇതുവരെയും കർത്താവ് വചനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, കർത്താവിന്റെ വെളിപ്പാടുകളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ആരുടെയും മുമ്പിൽ ലജ്ജിക്കപ്പെടാതെ ദൈവത്തിന്റെ കൃപയാ. ഇവിടെയും എന്നെ ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു കേട്ടോ, അങ്ങനെ ഇവിടെയും എന്നെ ലജ്ജിപ്പിക്കരുതേ. ഒത്തിരി ദൈവമക്കൾ ഇവിടെ പ്രതീക്ഷയോടെ വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഈ പാവം ഞാൻ കയറി അതും ഒക്കെ പറഞ്ഞിട്ട് പോകാൻ ഇടയാകല്ലേ, കർത്താവെ എന്നെ ലജ്ജിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ കയറുന്നത്. ഓരോ ദിവസം ഞാൻ ഈ ദാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കർത്താവിന്റെ അത്യന്ത ശക്തി എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമൊന്നുമല്ല കേട്ടോ, അതൊരു നിക്ഷേപമാ. ഈ നിക്ഷേപം നമ്മുടെ മൺപാത്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ മൺപാത്രത്തെ അവകാശം പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് ഈ മൺപാത്രത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മൺപാത്രത്തെ കുറിച്ച് നമുക്കറിയാം. മൺപാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഈ മൺപാത്രത്തിൽ ദൈവത്തിന്റെ നിക്ഷേപം പകർന്നിരിക്കുന്നത് മൺപാത്രത്തിന്റെ പ്രത്യേകത ഒന്നും കണ്ടുകൊണ്ടൊന്നും അല്ല. ഈ മൺപാത്രത്തിൽ ഈ നിക്ഷേപം പകർന്നാൽ എന്തൊക്കെ സംഭവിക്കും അറിയാമോ? 8-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കണം. ഇടുങ്ങി സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എന്താണെന്നറിയാമോ? ഈ മൺപാത്രത്തിനകത്ത് നിക്ഷേപം ഉള്ളതുകൊണ്ടാ. കർത്താവ് തന്ന ദാനമാകുന്ന അത്യന്ത ശക്തിയാകുന്ന നിക്ഷേപം എൻ്റെ ഈ മൺകൂടാരത്തിൽ ഉള്ളത് കൊണ്ട്, മൺപാത്രത്തിൽ ഉള്ളത് കൊണ്ട് സകല വിധത്തിലും ഞാൻ കഷ്ടം അനുഭവിക്കുക. പക്ഷെ ഇടുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കാത്തതിന്റെ കാരണം ഈ അത്യന്ത ശക്തി എന്ന ദൈവത്തിന്റെ ദാനമാ. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിലും നിരാശപ്പെട്ടു പോകും, എന്നാലും നിരാശപ്പെട്ടു പോകാതെ ദൈവം നടത്തുന്നതിന്റെ കാര്യം, നിരാശപ്പെട്ടു പോകാതെ നമ്മളെ നടത്തുന്നതിന്റെ കാര്യം ഈ അത്യന്ത ശക്തിയാ. അവിടെ വായിക്കുന്ന ഉപദ്രവമൊക്കെ പല നിലകളിൽ നമ്മൾ അനുഭവിക്കുന്നവരാ. പക്ഷെ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നില്ല. കർത്താവിന്റെ വലിയ ദാനം, കർത്താവിന്റെ അത്യന്ത ശക്തി എൻ്റെ ഈ മൺപാത്രത്തിൽ നിക്ഷേപമായി പകർന്നിരിക്കുന്നത് കൊണ്ട് ഈ മൺപാത്രത്തെ ഉപദ്രവിക്കുവാൻ പലരും ശ്രമിച്ചെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടു പോകാത്തതിന്റെയും തകർന്നു പോകാത്തതിന്റെയും കാര്യം എൻ്റെ മൺപാത്രത്തിൽ കർത്താവ് ദാനമായി പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയാണെന്ന് ഗ്രഹിക്കുവാൻ ഇന്ന് പകലിൽ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും പലരും ഒക്കെ പറയുമല്ലോ, ഇവളെ എന്തോ പറഞ്ഞാലും ഒരു കൂസലുമില്ല, ഇവളെ എത്ര നിന്ദിച്ചാലും ഇവള് കയറി വരിക, ഇവളെ എത്ര നിന്ദിച്ചാലും ഇവള് കയറി വരിക, ഇവളെ
എത്ര മുടിച്ചു കളയാൻ നോക്കിയാലും അവൾ മുടിഞ്ഞു പോകുന്നില്ല. ഇതൊന്നും നമ്മുടെ കൃപയല്ല, ദൈവത്തിന്റെ ദാനം നമ്മിൽ ഇരിക്കുന്നത് കൊണ്ടാ. അത്യന്ത ശക്തിയുടെ തലത്തിൽ നമ്മെ എടുത്തുയർത്തിയത് കൊണ്ടാ. ഇന്ന് പോലെ ദൈവത്തിന്റെ കൃപയല്ലേ. അതുകൊണ്ടാ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി മോനെ, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തി നിന്നിൽ ഉള്ളിടത്തോളം കാലം ഈ മൺപാത്രത്തെ ഉപദ്രവിക്കുവാൻ ആരെങ്കിലും കടന്നു വന്നാൽ നീ ഉപേക്ഷിക്കപ്പെടാത്തവളായി, തേജസ്സുള്ളവളായി, ചേർക്കപ്പെട്ടവളായി, മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങുന്നവളായി നിൽക്കുന്നതിന്റെ കാര്യം ഈ മൺപാത്രത്തിൽ പകരുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അത്യന്ത ശക്തിയാ. ഇതെന്റെ സ്വന്തമെന്ന് എപ്പം ഞാൻ വിചാരിക്കുമോ അന്ന് ഈ മൺപാത്രം തകർന്നു പോകും കേട്ടോ. അന്ന് ഞാനും തകർന്നു പോകും. എനിക്കുണ്ടെന്ന് പറയുന്ന ഒന്നും ഇല്ലാതെയായി തീരും. പക്ഷെ ഇതെന്റെ സ്വന്തമല്ല, എന്റെ ദൈവം എനിക്ക് ദാനമായി കൃപയായി തന്നിരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ എത്ര കാലം നാം ജീവിക്കുമോ അത്ര കാലം അതെനിക്കൊരു നിക്ഷേപമായിരിക്കും. അതുകൊണ്ട് എന്തെല്ലാം കഷ്ടങ്ങൾ എൻ്റെ മേൽ വന്നാലും ഞാൻ ഇടുങ്ങി പോകത്തില്ല. എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. എന്തെല്ലാം ഉപദ്രവം എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു പോകത്തില്ല. ഞാൻ വീണ് കിടന്നെന്ന് പറഞ്ഞാലും ഞാൻ നശിച്ചു പോകത്തില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. എത്രയോ പ്രാവശ്യം നമ്മളെ നിലം പരിചയാക്കി കളയുവാൻ, കിടത്തിക്കളയുവാൻ, കിടന്നുപോയി ഞാൻ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിച്ച എത്രയോ മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. അവിടെയെല്ലാം നിന്നെ എടുത്തു പൊക്കി കൊണ്ടുവന്നത് ഈ അത്യന്ത ശക്തിയാ. ജോയമ്മ വർഗീസ് എന്ന ഡിവൈസിലിരിക്കുന്ന ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പല പ്രാവശ്യം നിന്നെ കിടക്കയോട് പറ്റിച്ചു കളയുക, നിലംപരിചയാക്കി കളയുക, വീണുപോയെന്ന് ശത്രു നിന്നെ കുറിച്ച് സന്തോഷിക്കത്തക്ക നിലകളിലുള്ള പ്രതിബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഈ അത്യന്ത ശക്തിയാ നിന്നെ നിർത്തി പുറത്തു കൊണ്ടുവന്നത്. അതരഘടക ശമാനഘടകസ്യ. പലപ്പോഴും നീ ചില കാര്യങ്ങളിലൊക്കെ നിരാശപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ചില വിഷയങ്ങളൊക്കെ നീ നിരാശപ്പെടുന്നുണ്ട്. ഇന്ന് പോലെ ദൈവാത്മാവ് പറയുന്നു, എന്റെ അത്യന്ത ശക്തി നിക്ഷേപമായി ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നീ നിരാശപ്പെട്ടു പോകത്തില്ല. ഈ ദിവസങ്ങൾ ശുശ്രൂഷയുടെ തലങ്ങളിൽ പുതിയൊരു തലത്തിലേക്ക് കടന്നു വന്ന നിന്നെ വീണ് കിടത്തിക്കളയുവാൻ ആഗ്രഹിച്ച ദുഷ്ടമണ്ഡലങ്ങൾ അതിശയിച്ചു പോകുമാറുള്ള വലിയൊരു ആത്മശക്തി ഏറ്റെടുത്ത് മുന്നോട്ട് വരുക. ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ ആലോചന അറിയിക്കുക. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. എത്ര പേർ ഗ്രഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് നമ്മോട് പറയുക, എന്റെ കൃപ നിനക്ക് മതി മകളെ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയാ. അത് സുവിശേഷം പറയാൻ ഞാനൊരു ശക്തിയായി വ്യാപരിക്കും. അത് കഴിഞ്ഞ് പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു മഹാശക്തിയായി നിന്റെ മേൽ നിഴലിടും. അത് കഴിയുമ്പോൾ ഞാൻ നിന്നെ അനവധി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിന്നെ തളർത്തിക്കളയാതെ ഒരു അത്യന്ത ശക്തിയാൽ നിന്നെ നിറയ്ക്കും. ഇനിയും തീർന്നു പോയിട്ടില്ല കേട്ടോ. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഒത്തിരി ഗ്രഹിക്കാനുണ്ട്. സമയം വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഇനി 12 മിനിറ്റുകൾ എൻ്റെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഈ 12 മിനിറ്റുകളിൽ ചില കാര്യങ്ങളുടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. സമയം നോക്കിയാണ് ഞാൻ പോകുന്നത്, കാരണം എല്ലാം ചന്തവും ഉചിതമായി പോകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 42-43 വാക്യം, ലൂക്കോസ് 22-42-43 വാക്യത്തിൽ കർത്താവിന്റെ അന്ത്യസമയങ്ങൾ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെന്റെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ പിതാവേ അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. അപ്പൊ എന്താ സംഭവിച്ചത്? പാനപാത്രം കർത്താവ് നീക്കി കളഞ്ഞോ? ദൈവം പാനപാത്രം എടുത്ത് മാറ്റി. എൻ്റെ മോന് വലിയ കഷ്ടത്തിലും അകപ്പെടാൻ പോവുക, എനിക്കും വേദനയുണ്ട്. സർവ്വജാതികളെ രക്ഷിക്കുവാനുള്ള ഒരു ഭാരം ഞാൻ അവന്റെ മേൽ കൊടുത്ത് ഈ പാനപാത്രം ഞാൻ അവന്റെ കയ്യിൽ കൊടുക്കാൻ പോകുമ്പം അന്തിമമായി അവനൊരു അപേക്ഷ പറയുക, ഇതെന്റെ നിന്ന് നീങ്ങിപ്പോകണമേ, എനിക്ക് അതിവേദനയായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ ഒരു പിതാവ് കൈവിടുമോ? പക്ഷെ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പം അവിടെ വായിക്കുന്ന, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു. ശക്തിയുടെ അടുത്ത തലം വെളിപ്പെട്ടോ? നമ്മളെ ശക്തി, കർത്താവിന്റെ വചനം അറിയിക്കാൻ ഒരു ശക്തി, പ്രതികൂലങ്ങളെ അതിജീവിച്ചു പോകാൻ മഹാശക്തി. ആ മഹാശക്തി നഷ്ടപ്പെടുത്താതെ നിന്നു പോകുമ്പോൾ അത്യന്ത ശക്തി എന്നൊരു ദാനം നമ്മുടെ മൺകൂടാരങ്ങളിൽ നിക്ഷേപമായി പകരും. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മൾ നശിച്ചു പോകാതെ നിലനിൽക്കാനിടയായിത്തീരും. പിന്നെ ഒരു ശക്തിയുടെ അടുത്ത തലമാ ദൂതൻ നേരിട്ട് ഇറങ്ങി ശക്തിപ്പെടുത്തുന്ന അനുഭവം. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ദൂതനെന്ന് തിരിച്ചറിയാത്ത പല മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞില്ല ഇത് ദൈവത്തിന്റെ ദൂതനാണെന്ന്. പക്ഷെ എത്രയോ സന്ദർഭങ്ങൾ ദൂതനായി പലരെയും ദൈവം അയച്ച് നമ്മെ ശക്തിപ്പെടുത്താൻ, വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്താൻ, പ്രവൃത്തികൾ കൊണ്ട് ശക്തിപ്പെടുത്താൻ, പല നന്മകൾ തന്ന് നമ്മെ ശക്തിപ്പെടുത്താൻ വടക്കേരിയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ദൈവദാസിമാർക്കറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല ഇപ്പൊ കർത്താവിന്റെ വേല അവിടെ ചെയ്യാൻ. ഞാൻ ആയിരുന്ന സമയത്തും അത്രയും ഈസി അല്ലായിരുന്നെങ്കിലും ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കും, മാതാവിന്റെ അസുഖം മുഖാന്തരം ഞങ്ങൾ നാട്ടിൽ വരാതിരുന്നെങ്കിൽ ഉത്തർപ്രദേശിന്റെ ആ കോണിലാണ് ഞങ്ങൾ ശുശ്രൂഷിച്ചത്, ഞങ്ങൾ ഇപ്പം ജയിലിലൊക്കെ അകപ്പെട്ടു പോയേനെ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ലാത്തത് കൊണ്ട്, ആ പദ്ധതി ആയിരുന്നെങ്കിൽ അവിടെ
എവിടെയും കൊണ്ടിട്ടേനെ, പക്ഷെ അവിടെ നിന്നൊക്കെ രക്ഷിച്ചു ഇവിടെ കൊണ്ടുവന്ന്. പലരും പറയും, പാസ്റ്ററെ നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പോയത് ഏറ്റവും നല്ലത്, നിങ്ങളുടെ സ്ഥലത്തെല്ലാം ഭയങ്കര പ്രതികൂലമാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജയിലിലായിരുന്നേനെ എന്ന് പറയുന്നു. എന്തൊക്കെ ദൈവത്തിന്റെ ഒരു കൃപയാ. അത്ര ഈസി അല്ല കേട്ടോ വടക്കേന്ത്യയിലൊക്കെ കർത്താവിന്റെ വേല ചെയ്യാൻ. എത്രയോ സന്ദർഭങ്ങൾ സിസ്റ്ററെ, ജോമോൾ സിസ്റ്ററോടൊക്കെ ഞാൻ പറയുക, വടക്കേന്ത്യയിലായിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എത്രയോ സന്ദർഭങ്ങൾ ദൂതനെന്ന് നമ്മൾ തിരിച്ചറിയാത്ത വിധം ദൈവത്തിന്റെ കരുതലുകളും ദൈവത്തിന്റെ ആശ്വാസങ്ങളും ശക്തിപ്പെടുത്തലുകളും നമ്മൾ അനുഭവിച്ചെന്നറിയാമോ? അതുകൊണ്ട് അനുഭവത്തോടെ പറയുക, ഈ പാനപാത്രം എൻ്റെ നിന്ന് നീക്കിക്കളയണം, എനിക്ക് ശക്തിയില്ലെന്ന് പറയുമ്പോൾ എന്നാലും ദൈവത്തിന്റെ ഹിതത്തിനായി തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തുക. എന്നിട്ട് പറയുന്ന ഒരു വാക്യം എന്നെ വളരെ ടച്ച് ചെയ്തു കേട്ടോ. ലൂക്കോസ് 22:69 തന്നെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ ഈ പ്രാർത്ഥന എല്ലാം ഏറ്റെടുത്തപ്പം ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞപ്പം 22:69 ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തു ഭാഗത്തിരിക്കുന്നത് കാണും. അപ്പോൾ അവന് പീഡനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. പീഡനങ്ങൾ വരുന്നതിന് മുമ്പേ അവൻ ആ വെളിപ്പാട് പ്രാപിച്ചു. ഇന്നു മുതൽ ഞാൻ ദൈവശക്തിയുടെ വലത്തു ഭാഗത്തിരിക്കുക. കഷ്ടതയുടെ പാനപാത്രങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നൊന്നായി ആഞ്ഞടിക്കുമ്പോൾ ഇതെനിക്ക് സഹിക്കാൻ കഴിയത്തില്ല കർത്താവേ, അങ്ങയുടെ ഹിതമല്ലെങ്കിൽ ഇതൊന്നും മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ദൈവസനിൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ ദൂതൻ മുഖാന്തരം ശക്തിപ്പെടുത്തുക മാത്രമല്ല, വലിയൊരു വെളിപ്പാട് പ്രാപിക്കുക. ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ദൈവശക്തിയുടെ വലത്തു ഭാഗത്താ. എത്രയോ സന്ദർഭങ്ങളിൽ ഈ കഷ്ടം, വലിയ കഷ്ടങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ തകർന്നു പോകാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? ശക്തിയുടെ അടുത്ത തലം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാ. ഞാൻ ദൈവശക്തിയുടെ വലത്തു ഭാഗത്തിരിക്കുവാൻ ഈ അത്യന്ത ശക്തി എന്ന ദാനം നമ്മുടെ മൺകൂടാരത്തിൽ പകരുക മാത്രമല്ല, ദൈവശക്തിയുടെ വലത്തു ഭാഗത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞതാണ് നമുക്ക് പലപ്പോഴും നിലനിൽക്കാനിടയായത്. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകുമെന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവശക്തിയുടെ ഒരു വലത്തു ഭാഗം നമുക്ക് ഇല്ലാതിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഭൂമുഖത്ത് ഇങ്ങനെ ശക്തിയോടെ കാണത്തില്ലായിരുന്നു കേട്ടോ. എല്ലാം ദൈവത്തിന്റെ കൃപയാ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് കഴിഞ്ഞ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചു. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നുള്ളത്. ഈ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയാത്ത സാറയെ, ദൈവം കൊടുത്ത വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയാതിരുന്ന സാറയുടെ ശരീരത്തിലെ ബലഹീനത, സാറയുടെ ശരീരത്തിലെ നിർജീവത്വം, എങ്കിലും അവൾ ക്ഷീണിക്കാതെ അബ്രഹാമിന്റെ വിശ്വാസത്തെങ്കിൽ ഒരു ദൈവശക്തി വ്യാപരിച്ചു. വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ ദൈവശക്തി പ്രാപിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ വാഗ്ദത്തം പ്രാപിക്കാൻ അവളെ യോഗ്യതയുള്ളവളാക്കി തീർത്തു. ഇന്ന് പകൽ അനേക വാഗ്ദത്തങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. എങ്ങനെ നിറവേറണമെന്ന് നമുക്കും അറിയത്തില്ല. പക്ഷെ അതിന്റെ മേലൊരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ആ വാഗ്ദത്തങ്ങളെല്ലാം ഒന്നൊന്നായി നമ്മിൽ നിറവേറുവാൻ ഇടയായി തീരും. നമുക്കറിയാം, പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവൻ എഴുന്നേക്കാൻ പറ്റാതെ അത്രയ്ക്കും അവനെ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൂതൻ അവിടെ വന്നു അരമുറുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. അവൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. കാരാഗ്രഹമല്ലെങ്കിലും അതിനേക്കാൾ അപ്പുറമായ ചില അന്തരീക്ഷത്തിൽ കൂടെ കുടുംബതലങ്ങളിലും പ്രതികൂലങ്ങളിലും അടയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ശക്തിയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന. ഞാൻ ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ ഞാനത് വിടുവാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു 10 മിനിറ്റും കൂടെ വേണ്ടി വരും. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ എന്തെങ്കിലും ഒരു കാലത്ത് ദൈവം അനുവദിക്കുന്ന സമയത്ത് അതുകൂടെ ചേർത്ത് ഞാൻ പറഞ്ഞോളാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയ അനുഭവത്തിൽ കൈകാലുകൾ വിലങ്ങി വെച്ച് ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അവരെ ബന്ധിച്ചപ്പം ആ ബന്ധനത്തിന്റെ നടുവിലും അവർ ആരാധന ഏറ്റെടുത്ത് ആരാധിച്ചപ്പോൾ അവിടെ ഒരു ദൈവശക്തി ഇറങ്ങി. അവർ ആരാധിച്ചു, ദൈവശക്തി വെളിപ്പെട്ടു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അവരുടെ മുമ്പിൽ വാതിലുകളെല്ലാം കൊട്ടി അടയ്ക്കപ്പെട്ട് ഇനി എന്നും ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലായിരിക്കുമെന്ന് പറഞ്ഞ് വിധി എഴുതി. ആ ദൈവശക്തി വെളിപ്പെട്ടപ്പം വാതിലുകൾ തുറന്നു പോയി എന്ന് വായിക്കുന്നു. നമ്മെ അടച്ചു മൂടിക്കളയുവാൻ, നമ്മെ ഒതുക്കി കളയുവാൻ, നമ്മെ അന്തർഭാഗങ്ങൾ അടയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ശത്രുവായവനും മനുഷ്യ വ്യക്തികളും ഒരുക്കിക്കൂട്ടുന്ന എല്ലാ തന്ത്രങ്ങളും ഇന്ന് പകലിൽ പൊട്ടിച്ചെറിയുവാൻ കഴിയുള്ളത് ഈ ആത്മശക്തിയിൽ നമ്മളൊന്ന് ആരാധിക്കുമ്പോഴാണ്. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞപ്പം കാരാഗ്രഹ പ്രമാണി അവരെ മുറിവേൽപ്പിച്ച് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ ഏൽപ്പിച്ച കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ടു. അവൻ അവരുടെ കാൽകൾ വീണിട്ട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്?
രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരെ രക്ഷിക്കപ്പെടുത്താനും അവരെ സ്നാനപ്പെടുത്താനുള്ള ഒരു ശക്തി അവിടെ വ്യാപരിക്കുക. ആ രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണി അവരെ കൊണ്ടുപോയി അവന്റെ മുറിവുകളെ കെട്ടിയെന്നും കഴുകിയെന്നും ഒക്കെ വായിക്കുന്നു. അവരുടെ സ്ഥിതിക്ക് തന്നെ ഭേദം വന്നു. ആരെല്ലാം അവരെ നിന്ദിച്ച് അവഗണിച്ചോ അവരുടെ മുമ്പിൽ അവർ അവരുടെ ശുശ്രൂഷക്കാരായി മാറി. കാരാഗ്രഹ പ്രമാണി പൗലോസിന്റെയും ശീലാസിന്റെയും ശുശ്രൂഷക്കാരനായി മാറി. ഇന്ന് പകൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ഒരു ശക്തിയാകട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ഏത് പ്രതികൂലങ്ങളിലും കർത്താവിനെ ആരാധിക്കുവാൻ ഈ ശക്തി നമ്മൾ ഏറ്റെടുത്താൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലൂടെ നടക്കുകയാ. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ വചനം ഗ്രഹിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ചോദിക്കും 99% പേർക്കും ഇത് അനുഗ്രഹമായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നോക്കി പലപ്പോഴും ഇത് നീങ്ങിപ്പോകണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുക, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ഈ ബലഹീനതയുടെ മേൽ തികഞ്ഞു വരിക. ഈ ബലഹീനതകളിൽ നീ സന്തോഷിക്കുക, ഈ ബലഹീനതകളിൽ നീ പ്രശംസിക്കുക. ഇതിന്റെ മേൽ എന്റെ ശക്തി ആവസിക്കുന്നുണ്ട്. അതരഘടക ശമനഘടകസ്യ. കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം നമുക്കൊരു ശക്തി തന്നിട്ടുണ്ട്. പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ഒരു മഹാശക്തി തന്നിട്ടുണ്ട്. ഈ മഹാശക്തിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവായവൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങൾക്ക് അടിയറവ് പറയാതെ ഈ ശക്തിയിൽ പൂർണ്ണമായി നിലനിൽക്കുന്ന വ്യക്തികൾക്ക് അത്യന്ത ശക്തി എന്ന ദാനം നിക്ഷേപമായി മൺപാത്രങ്ങളിൽ നൽകിയിട്ടുണ്ട്. അത് മൺപാത്രത്തിന്റെ യോഗ്യതയോ എന്റെ സ്വന്തമോ അല്ല, അത് ദൈവത്തിന്റെ ദാനമാ. ദൈവസന്നിധിയിൽ പുകഴാൻ നമുക്കൊന്നുമില്ല കേട്ടോ. കർത്താവിന്റെ ശക്തി നമ്മുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. അത് ദൈവത്തിന്റെ ദാനമാ. ഈ ശക്തി വെളിപ്പെടുത്തെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായി. അനേകരുടെ മുറിവുകളെ കെട്ടിയ ദൈവശക്തി, അനേകരെ പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി, കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ ദൈവശക്തി, അനേകരെ രക്ഷിക്കപ്പെടുത്തണമെങ്കിലും സ്നാനപ്പെടുത്തണമെങ്കിലും ഈ ശക്തി നമ്മിലോട്ടൊന്ന് ഒഴുകിയേ പറ്റൂ. കാരാഗ്രഹ പ്രമാണിയെ രക്ഷിക്കപ്പെടുത്താനും അവന്റെ കുടുംബത്തെയൊക്കെ താമസിയാതെ സ്നാനമേൽപ്പിക്കാനും ഒക്കെ ഈ മനുഷ്യരുടെ മേൽ, പൗലോസിന്റെ ശീലാസിന്റെ മേൽ വെളിപ്പെട്ട ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവരുടെ കഷ്ടതയിൽ അവർ ആരാധിക്കാൻ തയ്യാറായി. ഇന്ന് പകൽ ബലഹീനതകളും പ്രയാസങ്ങളും ആയിരിക്കുന്നവരെ ഒരു മിനിറ്റ് സമയം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ചിട്ട് അന്യഭാഷകളിൽ വേദാരകം ജനകം അരാജകക്ഷസ്യ അർത്ഥൽ പ്രൗഢവാറകന്ധുരാധികക്ഷസ്യ ആരാധനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുക. എന്റെ കഷ്ടം എന്തോ ആയിക്കൊള്ളട്ടെ, എന്റെ ബലഹീനത എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ അനുഭവിക്കുന്ന ശൂലം എന്തോ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകലിൽ അതിന്റെ മധ്യത്തിലല്ല, ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്ന ആ ശക്തിയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് അങ്ങേ ഞാൻ ആരാധിക്കുന്നെന്ന് പറയാൻ തയ്യാറായാൽ ചില വിടുതലുകൾ ഇന്ന് പകലിൽ സംഭവിക്കുക. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ, അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ഒരു ദൈവശക്തി വ്യാപരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സൂം മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് ഇരിക്കരുതേ. ദൈവശക്തി ഇതിന്മേൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന റൂമുകളിൽ ദൈവശക്തി വെളിപ്പെടുന്നുണ്ട്. അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നിട്ട് വീണ് കിടക്കുന്ന അവസ്ഥകളെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുക തയ്യാറാകുന്ന നിലകളിൽ കഴുകനെ പോലെ എന്റെ ശക്തിയെ പുതുക്കി തരണമെന്ന് പ്രാർത്ഥിക്കാമോ? എന്റെ ശക്തി ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി, അതൊന്ന് പുതുക്കി തരണമെന്ന് പ്രാർത്ഥിക്കാമോ? ശിംശോന്റെ ശക്തി നഷ്ടപ്പെട്ട് ക്ഷേത്രത്തിൽ അവനെ ഒരു കളിപ്പാവ പോലെ കളിക്കുവാൻ കൊണ്ടുവന്നപ്പം അവന് ബോധം വന്നിട്ട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഒരു പ്രാവശ്യം മാത്രം എന്റെ കണ്ണുകളെ കുത്തിപ്പെട്ടിച്ച ഈ ഫെലിസ്ത്യനോട് പ്രതികാരം ചെയ്യേണ്ടതിന് എനിക്ക് ഒരു പ്രാവശ്യം മാത്രം ശക്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? ശിംശോനെ കൈവിട്ടില്ല ദൈവം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ മേൽ ശക്തി പകർന്ന് അവൻ ജീവനുള്ള സമയത്ത് ചെയ്തതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ അവനെ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞ നാളുകൾ ഞാൻ ഈ ശക്തി പ്രാപിച്ചിരുന്നു, ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ അതില്ല, എനിക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ശിംശോനെ പോലെ ദൈവസന്നിധി സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിന്നെ ലജ്ജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുവിനോട് നീ പ്രതികാരം ചെയ്യും. അതരഘടക ശമനഘടകസ്യ. നിന്നെ ലജ്ജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മുമ്പിൽ നീ താളടിയാകാതെ പോകേണ്ടതിന് ഇന്നു പകൽ ദൈവസന്നിധിയിൽ ദൈവശക്തി ഏറ്റെടുക്കുക. ദൈവം സഹായിക്കട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്ന വചനം വെളിപ്പാടും അങ്ങ് തന്നതുപോലെ പറയാൻ കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് വിടുതൽ പ്രാപിച്ച നടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ ദാസിയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ശക്തമായി ദിവസങ്ങളിൽ ജ്വലിച്ച് ബന്ധനത്തിലായിരിക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുക, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ദൈവശക്തിയാൽ വ്യാപരിപ്പിച്ച അതരഘടക ദുരക മനഘടക
ശമന ഘടകസ്യ റീകൽ പ്രൗഢമന ഘടകസ്യ ആമത്തിലിട്ട് പൂട്ടി പലപ്പോഴും കാലുകളെ വിലക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു. അതിന്റെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമേറ്റെടുക്കുകയാ. കാലുകളെ മാൻപേട കാൽക്ക് തുല്യമാക്കി ഗിരികളിൽ നിർത്തുമാറാക്കി പർവ്വതങ്ങളിൽ മേൽ ഓടുന്ന അഭിഷേകവുമായി കുന്നുകളിൽ മേൽ ചാടിക്കയറുന്ന അഭിഷേകമായി ഒരു പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി നടക്കാനുള്ള ആരോഗ്യവുമായി റിഗന ഹംദര വൈഡൽ കമനഘടകസ്യ ദൈവസനിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദാസിയെ ബലപ്പെടുത്തണം. കുടുംബമായി ശക്തമായി ഉപയോഗിക്കണം. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിനെ ദൈവം അനുഗ്രഹിക്കണം. ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ദൈവദാസിമാരെ ദൈവം ശക്തമായി ദിവസങ്ങളിൽ കരങ്ങളിൽ എടുക്കണം. അങ്ങയുടെ ദാനം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന വിശുദ്ധിയോട് അത് സൂക്ഷിപ്പാനുള്ള ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദൈവദാസി ഫെബാൻഡിയോടും ഈ പ്രിയപ്പെട്ടവരോടുമുള്ള എല്ലാം നന്ദിയും അറിയിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദൈവം അനുവദിച്ചാൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും നമുക്ക് കാണാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം.